ഹായ് നമസ്കാരം, ഞാൻ ജോർജ് പോൾ. ട്രാവൽ ടു ആർട്ട് ആൻഡ് ഫുഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പരിപാടി ഒരു KFC ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ KFCയിൽ ചെന്നിട്ട് KFC ചിക്കൻ കഴിക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോയിട്ടുണ്ട്. ഇതെങ്ങനെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ റെസിപ്പി. അതിനു വേണ്ടിയിട്ട് നമ്മളിവിടെ കുറച്ച് സംഭവമൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മളിവിടെ ടേബിളിൽ ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. KFC ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിന്ന് എടുത്തിരിക്കുന്നത് ഒരു 3 കോഴിയാണ്. കോഴി ഒരു ബിരിയാണി പീസായിട്ടാണ് കട്ട് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത്. ഇത് കണ്ട, ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചിട്ട് വന്ന വഴിയാണ്. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. കാരണം ഇതിൻ്റെ അകത്ത് നെയ്യ്, അതുപോലെ തന്നെ പാട, അത്ര സംഭവമൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നമ്മളിവിടെ കുറച്ച് കോൺഫ്ലവർ, മുട്ട, ഇഞ്ചി ഗാർലിക് പേസ്റ്റ്, ഒരു 4-5 നാരങ്ങ, തൈരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുളിയില്ലാത്ത തൈര്, ഈ കാണുന്നത് മൈദയാണ്, കുറച്ച് മൈദ. പിന്നെ നമുക്ക് വേണ്ടത് ഓയിലാണ്. ഓയിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് കാശ്മീരി ചില്ലി. പിന്നെ നമുക്ക് മുഖ്യമായിട്ട് വേണ്ടത് കുറച്ച് ഓട്സ് ആണ്. ഇത്തരം പരിപാടികളൊക്കെയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഈ ചിക്കനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. കാരണം ഇതിൻ്റെ അകത്ത് ചിക്കൻ്റെ അകത്ത് നെയ്യും അതുപോലെ തന്നെ പാടയൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒന്ന് നമുക്കൊന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുക്കണം. ഇവനൊക്കെ ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇത് കണ്ടോ, ഇത്ര സംഭവങ്ങളൊക്കെ ഒന്ന് വെട്ടി മാറ്റണം. ചിക്കൻ നമുക്കൊന്ന് ഫ്രഷാക്കി അങ്ങോട്ട് എടുക്കാം. ഇത് കണ്ട, നല്ല വൃത്തിയായിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് കട്ട് ചെയ്തങ്ങോട്ട് എടുക്കാം, ഈ ഒരു പരുവത്തിൽ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഈ കഴുത്ത്, അതുപോലെ വട്ട്, കരള്, അത്ര സംഭവമൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് എടുത്ത് കാട്ടിക്കളയാം. നമ്മൾ ചിക്കൻ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ട, ചിക്കൻ്റെ അകത്ത് ഈ വേസ്റ്റെല്ലാം നമ്മൾ എടുത്ത് കളഞ്ഞ് അതിൻ്റെ അകത്ത് നെയ്യുണ്ട്, കഴുത്തുണ്ട്, അതുപോലെ തന്നെ കരള്, അത്ര സംഭവങ്ങളൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞ് പിന്നെ നമ്മൾ ചിക്കൻ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 3 വട്ടം നന്നായിട്ടൊന്ന് കഴുകി അങ്ങോട്ട് എടുക്കാം. അപ്പോൾ ചിക്കൻ നമ്മളിത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകണേണ്. ഇതൊരു 3 വട്ടം നന്നായിട്ടൊന്ന് കഴുകി എടുക്കണം കേട്ടോ. ശരിക്കും അങ്ങോട്ട് കഴുകി അങ്ങോട്ട് എടുക്കാം. നമ്മൾ ചിക്കൻ ഒരു 4 വട്ടം നല്ല രീതിയിൽ കഴുകി എടുത്തിട്ടുണ്ട്. ഈ സംഭവം ഇനി നമുക്കൊരു ഊറ്റുകൊട്ടയിലേക്കൊന്ന് വെക്കാം. ഊറ്റുകൊട്ടയിൽ കിടക്കുമ്പോൾ വെള്ളം നന്നായിട്ട് അങ്ങോട്ട് വാർന്നങ്ങോട്ട് പോട്ടെ. സംഭവം നല്ല സെറ്റാകുന്നുണ്ട്. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. അതിനു വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു 3-4 നാരങ്ങ എടുത്തിട്ടുണ്ട്. നമ്മൾ 3 ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് ഒരു 5 കിലോ ചിക്കനോളം ഉണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്കൊരു 4 നാരങ്ങ അങ്ങോട്ട് ഇടാം. നാരങ്ങയുടെ കുരു ഒന്നും ഇതിൻ്റെ അകത്തേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ജ്യൂസർ എടുത്തിട്ടുണ്ട്. നമ്മൾ നാരങ്ങ അങ്ങോട്ടൊന്ന് ചിക്കൻ്റെ അകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ തൈരാണ്. ഇത് കണ്ട, അപ്പോൾ ഈ തൈരെന്ന് പറയുമ്പോൾ നിങ്ങൾ പുളിയില്ലാത്ത തൈര് എടുക്കണം കേട്ടോ. തൈര് 2 ടൈപ്പ് ഉണ്ട്. ഇതൊരു 1/2 ലിറ്ററോളം തൈരുണ്ട്. ഈ തൈരിന് ഒട്ടും പുളി തന്നെ ഇല്ല. അപ്പോൾ നമ്മൾ ഈ 5 കിലോത്തിലേക്ക് 1/2 ലിറ്റർ തൈരാണ് നമ്മൾ ഒഴിക്കുന്നത്. ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഇതൊരു 100 ഗ്രാമിൻ്റെ പേസ്റ്റാണ്. ഈ സംഭവം നമുക്ക് കുറച്ചാണ്ട് ഇടാം. ഉള്ളിൽ വേറൊരു കവറുണ്ട്. നമുക്കൊരു 5 കിലോയ്ക്ക് 100 ഗ്രാം പോരാ, ഒരെണ്ണം കൂടി നമുക്ക് പൊട്ടിച്ചിടണം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പെന്ന് പറയുമ്പോൾ നിങ്ങൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുമ്പോൾ അത്യാവശ്യം നല്ല ഉപ്പുണ്ട് ഈ സംഭവത്തിന്. അതുകൊണ്ട് തന്നെ ഉപ്പിടുമ്പോൾ സൂക്ഷിച്ചിടണം, അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോകും. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് തിരുമിയിട്ട് നോക്കാം. ഈ സംഭവം നല്ല പോലെ അങ്ങോട്ട് തിരുമ്മി അങ്ങോട്ട് പിടിപ്പിക്കണം.
ചിക്കൻ നല്ലപോലെ നമ്മൾ തൈരും അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ്, നാരങ്ങ ഇതൊക്കെ വെച്ചുകൊണ്ട് തിരുമ്മി വെച്ചിട്ടുണ്ട്. ഈ സംഭവം നമുക്കൊരു 3 മണിക്കൂർ വെക്കണം. 3 മണിക്കൂർ വെക്കുമ്പോൾ ഈ നാരങ്ങ നീരും ഉപ്പൊക്കെ ഉള്ളതുകൊണ്ട് ചിക്കൻ അത്യാവശ്യം വേഗം എന്നുള്ളതാണ്. അത് തന്നെയാണ് ഈ ഫ്രൈഡ് ചിക്കൻ്റെ ഒരു സീക്രട്ട്. അപ്പോൾ നമുക്കിതൊരു 3 മണിക്കൂർ വെക്കാം. ഇനിയാണ് നമ്മൾ KFC ചിക്കൻ്റെ ഒരു സീക്രട്ട് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. കുറച്ച് അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം പറഞ്ഞില്ല, മൈദ, കോൺഫ്ലവർ, അതുപോലെ തന്നെ ഓട്സ്. അവർ ചിലപ്പോൾ ഓട്സ് ഒന്നും ആയിരിക്കില്ല ഉപയോഗിക്കുന്നത്, എന്താണെന്ന് നമുക്ക് അറിയാനും പറ്റില്ല. അപ്പോൾ നമ്മൾ ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 1 കിലോ മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കിലോ മൈദ നമുക്കിവിടെ ആവശ്യമില്ല. നമ്മളൊരു 5 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു 1/2 കിലോ മൈദ നമുക്ക് എടുക്കാം. ഒരു 1/2 കിലോ മൈദ എടുത്തിട്ടുണ്ട്. ഇത് കോൺഫ്ലവർ ആണ് കേട്ടോ. അപ്പോൾ കോൺഫ്ലവർ നമുക്ക് ഇതിൻ്റെ അകത്ത് ആവശ്യമാണ്. അപ്പോൾ കോൺഫ്ലവർ നമ്മളിപ്പോൾ 1/2 കിലോ മൈദ ഇട്ട് ഇതിൻ്റെ അകത്തേക്ക് നമ്മളൊരു 1/4 കിലോ കോൺഫ്ലവറാണ് ഇടുന്നത്. 5 കിലോ ചിക്കന് വേണ്ടിയിട്ട് 1/4 കിലോ കോൺഫ്ലവർ. ഇത് ഓട്സ് ആണ്. അപ്പോൾ ഈ ഓട്സ് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. ഓട്സ് ഒന്ന് കട്ട് ചെയ്യുക. ഇത് നല്ല ഫ്ലേക്സ് ആണ്. ഇത് കണ്ട നല്ല ഫ്ലേക്സ് ആണ്. അപ്പോൾ ഈ സംഭവം നമുക്ക് കുറച്ചൊന്നും ഇട്ട് കൊടുക്കാം. ഇത് മതി, അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്കൊരു 100 ഗ്രാം കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. 5 കിലോയ്ക്ക് ഒരു 100 ഗ്രാം. അപ്പോൾ ഇതിന് വലിയ എരിവൊന്നും ഉണ്ടാവില്ല, കളറേ ഉണ്ടാവുള്ളൂ. അത് കാരണം ഒരു 100 ഗ്രാം നിങ്ങൾ ധൈര്യത്തോടെ അങ്ങോട്ട് പൊട്ടിച്ചിട്ട്. ഇനി ഒരൽപ്പം ഗരം മസാല. ഇത് നമ്മൾ വീട്ടിൽ പൊടിപ്പിച്ചതാണ്. ഗരം മസാല കുറച്ചാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്ര സംഭവമൊക്കെ നമ്മൾ ഇട്ടായിരുന്നു. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനിയാണ് നമ്മൾ ഈ സംഭവം ഒന്ന് മിക്സ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുക. ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സംഭവം 2 പാത്രത്തിലേക്കായിട്ട് അങ്ങോട്ട് മാറ്റണം കേട്ടോ. വേണ്ട. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഒരെണ്ണത്തിലേക്ക് കുറച്ചുകൂടി ഓട്സ് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇനി കുറച്ചും കൂടി ഓട്സ് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ഇത് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഒരു 5 മുട്ടയുടെ വെള്ള ഒന്ന് എടുക്കണം. ഈ മുട്ടയുടെ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു പാത്രമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സംഭവം നമ്മൾ പൊട്ടിക്കുക. ഒരു 5 മുട്ടയുടെ വെള്ളയാണ് നമ്മൾ എടുത്തേക്കണത്. അപ്പം ഇതിന് തികഞ്ഞില്ലെങ്കിൽ നമുക്ക് 2-3 മുട്ട കൂടി എടുക്കാനാണ്. സംഭവം എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ പടക്കാൻ പോണെയാണ്. ചിക്കൻ അവിടെ ഫ്രൈ ചെയ്യാൻ പോണെയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു അടപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടപ്പ് നമുക്ക് ആദ്യം നമ്മൾ കത്തിക്കാം. അതിൻ്റെ മേളിലേക്ക് നമ്മളൊരു ഉരുളി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയൊരു ഉരുളിയാണ്. ഇത് മതിയാകും നമുക്ക്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ പോണെയാണ്. 2-3 ലിറ്റർ സൺഫ്ലവർ ഓയിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 2 ലിറ്റർ ഇതിനകത്തേക്ക് ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. നമ്മളുടെ എണ്ണയൊക്കെ തിളച്ച് നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ അങ്ങോട്ട് വറുത്ത് കോരാം. അപ്പോൾ സംഭവം നമ്മൾ ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തൊരു 3 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഇനി ചിക്കൻ ഒന്ന് ഈ വെള്ളത്തിലൊക്കെ ഒന്ന് പുരട്ടി എടുത്തതിന് ശേഷം ഈ കാണുന്ന പൗഡർ നമ്മുടെ ഓട്സ് കുറവുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ചിക്കൻ ആദ്യം ഒന്ന് പുരട്ടിയെടുക്കണം. ഇതിൽ ഓട്സ് കുറവാണ് കേട്ടോ. ഇതിൻ്റെ അകത്തേക്ക് ആദ്യം ഒന്ന് പുരട്ടിയതിന് ശേഷം ഈ സംഭവം നേരെ മുട്ടയുടെ വെള്ളയിലേക്ക് നമ്മൾ മുക്കണം. എന്നിട്ട് ഈ സംഭവം ഓട്സ് നമ്മൾ കൂടുതലിട്ട ആ പൗഡറിലേക്ക് അങ്ങോട്ട് ഇടണം, അല്ലെങ്കിൽ ആ മസാലയിലേക്ക് ഇടണം. ഇത് ഓട്സ് നമുക്ക് കൂടുതലുള്ളതാണ്. ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് എല്ലാം കൂടി ഒന്നിച്ചിടാം, അല്ലെങ്കിൽ 2 വേവായി പോകും. പത്ത് 12 നമ്മൾ ഒന്നിച്ചാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ 12 നമ്മൾ എടുത്ത് വെച്ചതിന് ശേഷം എണ്ണയിലേക്ക് ഇടാം. ഒരു 10ഓളം പീസ് നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്നിച്ചിടുമ്പോൾ ഒരേ വേവ് നമുക്ക് കിട്ടും. ഇത് നമുക്കൊന്ന് എണ്ണയിലേക്ക് അങ്ങോട്ട് ഇടാം. നമ്മുടെ മുതലെല്ലാം അങ്ങോട്ട് ഇടണേ ഉണ്ടാ.
അപ്പോൾ നന്നായിട്ട് മുരിഞ്ഞൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഇവിടുത്തെ ഒരു ഫീൽ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ KFC ചിക്കൻ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ KFCയിലേക്ക് കയറുമ്പോൾ ഒരു സ്മെല്ല് വരില്ലേ, ശരിക്കും ആ സ്മെല്ലാണ് ഇപ്പോൾ ഇവിടെ. ഇപ്പോൾ ഏതാണ്ടും ഒരു 8 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു സംഭവം ഒരു 10-11 മിനിറ്റൊക്കെയാണ് കുക്ക് ചെയ്യുന്നത്. കാരണം മാരിനേറ്റ് ചെയ്ത് നമ്മളൊരു 2-3 മണിക്കൂർ വെക്കുമ്പോൾ തന്നെ ചിക്കൻ ഏതാണ്ട് സെറ്റാവും. സംഭവം നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതങ്ങോട്ട് കോരി മാറ്റാൻ പോണേണ്. ഇതുണ്ടാ കൊമ്പൊന്ന് പൊളിക്കും. നമ്മൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഞാൻ 2-3 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ തന്നെ ചിക്കൻ ഏതാണ്ടും വേഗം എന്നുള്ളതാണ്. ഇത് നോക്കിയാൽ നിങ്ങൾ ഇത് കണ്ട ഇവിടെയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമ്മുടെ നൈൽ വന്നിട്ടുണ്ട്. ഇതിന് നമ്മൾ 2ാം ഘട്ടം ഇടണേ. സംഭവം നമ്മളൊരു 2 ബാച്ച് കഴിഞ്ഞത് അവസാനത്തെ ബാച്ചാണ്. നമ്മളൊരു 3 സെക്ഷനായിട്ടാണ് ഇട്ടത്. ഒന്നിലൊരു 10-12 വെച്ച് ഇട്ടായിരുന്നു. സംഗതി നല്ല ഗംഭീരമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല പൊളിക്കും. നമ്മളിന്ന് സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ 3ാമത്തെ ബാച്ച് നമ്മൾ കോരി മാറ്റാൻ പോണേണ്. നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു 15 മിനിറ്റ് വരെയൊക്കെ പോയെന്ന് വെച്ച് കുഴപ്പമൊന്നും ഉണ്ടാവില്ലുണ്ട്. ഒരല്പം മുരിവ് കൂടുതലായിരിക്കും. KFC അത്ര മുരിയാൻ പാടില്ല. ഈ ഒരു പാകമൊക്കെ പാടുള്ളൂ. ഇതും കൂടി അങ്ങോട്ട് കോരി മാറ്റാം. അപ്പോൾ സംഭവം നല്ല റെഡി ആയിട്ടുണ്ട്. KFC ചിക്കൻ എന്ന് പറഞ്ഞാൽ KFC ചിക്കനെ വെള്ളണ ചിക്കൻ തന്നെയാണ്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന കാര്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ പാബ്ലോയും അതുപോലെ തന്നെ കല്ലും നൈലൊക്കെ ഉണ്ട്. നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളതിന് വേണ്ടിയിട്ട് ഇത്തിരി മയോണൈസും അതുപോലെ തന്നെ മയോണൈസ് നമ്മൾ ഉണ്ടാക്കിയതാണ്. ഇത്തിരി സോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് കഴിച്ച് നോക്കാം. അങ്ങാട് നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നൈലേ എടുക്കോളെ, എടുക്ക്. ആ ലെഗ് പീസ് തന്നെ എടുക്ക്. ഒരു ലെഗ് പീസാണ് ഇത്. കണ്ട, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഈ സംഭവം. നമുക്കത് കഴിച്ചു നോക്കാം. ആ മയോണൈസൊക്കെ ഇത്തിരി ഇട്. ഇതാ സോസ്. കാരണം സോസും മയോണൈസൊക്കെ ഉണ്ടെങ്കിലാണ് ശരിക്കും ആ KFCയുടെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഫീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ KFC പോയി ഇരിക്കുമ്പോഴൊരു സ്മെല്ലൊക്കെ ഉണ്ടല്ലോ. ഞാൻ ആദ്യം പറഞ്ഞതാണ്. അതേ ഒരു സ്മെല്ലും അതേ ഒരു ഫീലൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അടിപൊളി, സൂപ്പർ. പൊളിച്ചിട്ടുണ്ടല്ലേ? എങ്ങനെയുണ്ട്? കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ. അടിപൊളിയാണോ? അപ്പോൾ സംഭവം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല സ്മെല്ലും അതുപോലെ തന്നെ നല്ലൊരു എന്താ പറയണത്, കഴിച്ചു പോകട്ടെ. അപ്പോൾ ഈ സംഭവം ഒരു സോസിലൊന്ന് മുക്കിയിട്ട് നോക്കാം. കണ്ട, സംഭവം കൊള്ളാട്ടോ. സംഭവം കറക്റ്റ് KFC തന്നെ ഉണ്ടോ.
ഇത് കണ്ട ഉള്ളൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ KFCയുടെ അതേ ഒരു സ്റ്റൈല് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഞാൻ കഴിച്ചേക്ക് ഒരു ചിക്കനൊക്കെ മേടിച്ച് കുട്ടികൾക്കൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം. നമ്മൾ പൊളിച്ചിട്ടുണ്ട്. ഒരു മയോണൈസ് മുക്കി ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഉള്ളി സംഭവം പൊളിച്ചെന്ന് പറഞ്ഞാൽ പൊളിച്ചിട്ടുണ്ട്. KFCയുടെ അതേ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് പടക്കുക. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാട്ടാ.